നീ ഒരിക്കലും പൂച്ചയെ വളർത്തരുത്. മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപ് ഒരു സന്യാസി തൻ്റെ ശിഷ്യനോട് പറഞ്ഞ വാക്കുകളാണിത്. ശിഷ്യനാണെങ്കിലോ ഗുരു പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഗുരു മരിച്ചു, ദിവസങ്ങൾ ഇങ്ങനെ ഒരുപാട് കഴിഞ്ഞു. പക്ഷേ ഗുരു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാണ്ട് ദിവസവും ശിഷ്യൻ ഇങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പോൾ ആ ആശ്രമത്തിലുള്ള ഒരു സന്യാസി ഇത് കണ്ടിട്ട് ശിഷ്യൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, നീ എപ്പോഴും എന്താ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കണ്ടല്ലോ, എന്താ പറ്റിയത് എന്ന്. അപ്പോൾ ഈ ഗുരു പറഞ്ഞു, ശിഷ്യൻ പറഞ്ഞു, അല്ല സ്വാമി, ഇങ്ങനെ മരിക്കുന്നതിന് മുൻപ് എൻ്റെ ഗുരു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ ഒരിക്കലും പൂച്ചയെ വളർത്തരുത് എന്ന്. എനിക്കാണെങ്കിലോ അതിൻ്റെ അർത്ഥമൊട്ടും മനസ്സിലായില്ല എന്ന്. അപ്പോൾ ആ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, ഞാൻ പറഞ്ഞു തരാം നിനക്ക്. ആ സന്യാസിക്ക് ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഭാര്യയും മക്കളും ഒക്കെയുള്ള ഒരു ഫാമിലി. ആ ഫാമിലിനെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. സന്യാസിയായി അദ്ദേഹം നേരെ പോയത് ഒരു കാട്ടിലേക്കാണ്. കാടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ പോയി അദ്ദേഹം ദിവസവും ഭിക്ഷ യാചിച്ച് ഭക്ഷണം കഴിക്കും. ആ ഗ്രാമത്തിലുള്ളവർക്കാണെങ്കിലോ സന്യാസി ഗ്രാമത്തിലേക്ക് വന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരു സന്യാസി നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്നല്ലോ എന്നാലോചിച്ചിട്ട്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്, എല്ലാ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടി അദ്ദേഹത്തിന് കാട്ടിൽ ഒരു മുള കൊണ്ട് ഒരു കുടിലുണ്ടാക്കി കൊടുത്തു. അങ്ങനെ കുടിലിൽ സന്യാസി താമസം തുടങ്ങി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുടിലിൽ ഭയങ്കര എലിയുടെ ശല്യം. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ളവരോട് സന്യാസി പറഞ്ഞു, ഇങ്ങനെ കുടിലിൽ എലിയുടെ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം സന്യാസി, നമുക്കൊരു പൂച്ചനെ വളർത്താം അവിടെ. അപ്പോൾ സന്യാസി പറഞ്ഞു, ശരി. അപ്പോൾ അവർ പറഞ്ഞു, പൂച്ചനെ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ എലിയുടെ ശല്യം ഉണ്ടാവില്ല, എലി ഓടിപ്പോയിക്കോളുമെന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ സന്യാസിക്ക് തോന്നി പറയുന്നത് ശരിയാണ് എന്ന്. അങ്ങനെ ഈ സന്യാസി സമ്മതിച്ചു അതിന്. ഗ്രാമത്തിലൊരാൾ സന്യാസിക്ക് പൂച്ചനെ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ സന്യാസിയോടൊപ്പം പൂച്ചയും ആ കുടിലിൽ താമസമായി. സന്യാസി ഭക്ഷണം കഴിക്കാനായിട്ട് പോണ സമയത്ത് പൂച്ചയ്ക്കുള്ള പാലും അതുപോലെ ആളുകളിൽ നിന്ന് ഭിക്ഷ ചോദിച്ച് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ അടുപ്പിച്ച് സന്യാസി ഇങ്ങനെ പൂച്ചയ്ക്കുള്ള പാല് ചോദിക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇതായി. സന്യാസി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. സന്യാസിയോട് അവർ പറഞ്ഞു, ഞങ്ങളൊരു പശുവിനെ തരാം, സ്വാമി ആ പശുവിനെ വളർത്തി കഴിയുമ്പോൾ അതിൻ്റെ പാല് സ്വാമിക്കും ഈ പൂച്ചയ്ക്കും കുടിക്കാം, അപ്പോൾ പിന്നെ ഇതുപോലെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം വരില്ലല്ലോ എന്ന്. അപ്പോൾ സന്യാസി ശരി സമ്മതിച്ചു. അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു പശുവിനെ സന്യാസിക്ക് കൊടുത്തു. സന്യാസി അതിന് വേണ്ട തൊഴുത്തും പുല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഗ്രാമത്തിലുള്ള ആൾക്കാർ നോക്കുമ്പോൾ സന്യാസി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന മാതിരി അവർക്ക് തോന്നി. കാരണം ഈ തൊഴുത്ത് വൃത്തിയാക്കണം, പുല്ല് വെട്ടി കൊടുക്കണം, പിന്നെ അദ്ദേഹത്തിന് ധ്യാനിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി വീണ്ടും വന്നിട്ട് സന്യാസിയോട് പറഞ്ഞു, സ്വാമി, ഇവിടെ ഒരു സ്ത്രീയുണ്ട്, ഭർത്താവ് മരിച്ച വിധവയായൊരു സ്ത്രീ. അപ്പോൾ സ്വാമിയുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അവരവിടെ കൊണ്ടുവന്ന് നിർത്താം, നമുക്ക് സ്വാമിക്കൊരു സഹായമാവും ചെയ്യും, പൂച്ചേനെയും പശുവിനെയും ഒക്കെ നോക്കും, വീടും നോക്കും, സ്വാമിക്ക് സ്വാമിയുടേതായിട്ടുള്ള ധ്യാനവും കാര്യങ്ങളായിട്ട് പോകാം, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് സ്വാമിക്ക് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ സ്വാമിക്ക് ആലോചിച്ചപ്പോൾ ശരി, അതും ശരിയാണെന്ന് തോന്നിയപ്പോൾ ശരി സമ്മതിച്ചു സ്വാമി. അങ്ങനെ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞതനുസരിച്ച് ആ സ്ത്രീ ജോലിക്ക് വന്നു. അവർ വീട് വൃത്തിയാക്കി, പശുവിനെ നോക്കി, പൂച്ചനെ നോക്കി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് ചെയ്തു. ബാക്കിയുള്ള സമയത്ത് ഒരു അടുക്കളത്തോട്ടം മാതിരി വെച്ച് പിടിപ്പിച്ച് അതിനെ പരിപാലിക്കാനും തുടങ്ങി. അപ്പോൾ ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് സന്യാസി ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടി. അങ്ങനെ ദിവസങ്ങളിങ്ങനെ കടന്നുപോയി. ഇവർ തമ്മിൽ മാനസികമായിട്ടുള്ള ഒരു അടുപ്പം തുടങ്ങി. താമസിയാതെ തന്നെ ഈ സ്ത്രീ ഗർഭിണിയായതോടെ ഈ സ്ത്രീക്ക് വീട്ടിലത്തെ ജോലികളൊന്നും പിന്നെ പഴയതുപോലെ ചെയ്യാൻ പറ്റാതായി. അതോടെ വീണ്ടും സ്വാമി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി, ജോലികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് സ്വാമി വന്നിങ്ങനെ ഇരിക്കുമ്പോൾ സ്വാമിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുകയാണ്, ഇതുപോലൊരു ജീവിതമല്ലേ താൻ ആദ്യം ജീവിച്ചിരുന്നത്, എല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ സന്യാസം സ്വീകരിച്ചത്, എവിടെയാണോ തന്നെ ഉപേക്ഷിച്ചത് വീണ്ടും അവിടെ തന്നെയാണല്ലോ താൻ വന്ന് നിൽക്കണത് എന്ന്. ഈ കഥ പറഞ്ഞു നിർത്തിയിട്ട് സന്യാസി ആ ശിഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, പൂച്ചയെ വാങ്ങരുത് എന്ന് നിന്റെ ഗുരു പറഞ്ഞതിൻ്റെ അർത്ഥം
നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിനക്ക് പറ്റണം എന്നാണ്. നിയന്ത്രണമില്ലാത്ത മനസ്സെന്ന് പറയുന്നത് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ്. അത് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും, ലക്ഷ്യങ്ങളില്ലാതെ. ഈ ഒറ്റ പ്രാവശ്യം അല്ലെങ്കിൽ ഇന്നത്തെയും കൂടിയുള്ളോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും തുടങ്ങണത്. ഫോൺ വീഡിയോ കാണുന്നത് ഒരു പ്രാവശ്യം കണ്ടു നിർത്താം, അല്ലെങ്കിൽ ഈ ഒറ്റ പ്രാവശ്യമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കാം പിന്നീട് അതൊരു അഡിക്ഷനായിട്ട് മാറിയിട്ടുണ്ടാവും. ജങ്ക് ഫുഡ് നമുക്കറിയാം, അത് ഹെൽത്തി അല്ല, അൺഹെൽത്തി ആണ്, അതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് ഒക്കെ അറിയാം. പക്ഷേ നമ്മൾ എന്താ പറയുക, ഈ ഒരു പ്രാവശ്യം കൂടിയാണ് കഴിക്കുന്നുള്ളൂ, അങ്ങനെയല്ല പറയുക. പക്ഷെ നമുക്കത് നിർത്താൻ പറ്റുമോ? ഇല്ല. വണ്ണം കുറയ്ക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇന്നത്തെയും കൂടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം, അത് കഴിഞ്ഞ് നാളെ തൊട്ട് ഡയറ്റ് എടുക്കാം, നല്ല അടിപൊളിയായിട്ട് കൃത്യമായിട്ടുള്ള ഡയറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്ത് നിൽക്കും. പക്ഷെ നാളെ ആകുമ്പോഴോ നാളെയും ഇത് തന്നെ പറയും. ഈ പ്രോമിസ് തന്നെയായിരിക്കും നാളേക്കെങ്കിലും പറയുക. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണിത്. ഇന്നത്തെയും കൂടിയുള്ളൂ, ഒറ്റ പ്രാവശ്യത്തേക്ക് മതി എന്നൊക്കെ പറഞ്ഞ് മനസ്സിന് നമ്മൾ ഇളവ് കൊടുത്താൽ മനസ്സ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. പിന്നീട് അങ്ങോട്ട് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ ശീലിക്കുക, ഇല്ലെങ്കിൽ മനസ്സ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും.